നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ ജനറൽ വിഭാഗങ്ങളിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വീട് ജീർണ അവസ്ഥയിലുള്ള വ്യക്തികൾക്ക്, അതും BPL അതോടൊപ്പം തന്നെ AY റേഷൻ കാർഡുള്ളവരെയാണ് അപേക്ഷയിൽ പരിഗണിക്കുന്നത്. ഭവന സമുന്നതി എന്ന് പറയുന്ന സ്കീമിലേക്ക് 2 ലക്ഷം രൂപയാണ് സൗജന്യമായിട്ട് നൽകുന്നത്. ഈ സ്കീമിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ടായിരിക്കും. ഈ അവസരം പാഴാക്കാതിരിക്കുക. വാർഷിക വരുമാനം 4 ലക്ഷം രൂപയിൽ താഴെയുള്ള കുടുംബങ്ങളിൽ നിന്നാണ് അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിക്കുന്നത്. 2 ലക്ഷം രൂപ 2 തുല്യ ഗഡുക്കളായിട്ടായിരിക്കും വിതരണം ചെയ്യുന്നത്. ഇത് നമ്മളുടെ ജീർണാവസ്ഥയിലുള്ള പാർപ്പിടം നവീകരിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, ലഭിക്കുന്ന തുക പിന്നീട് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക്, അതും സാമ്പത്തിക മാനദണ്ഡങ്ങൾ കുറഞ്ഞ വാർഷിക വരുമാനം ഏത് കുടുംബത്തിലാണോ അങ്ങനെയുള്ളവർക്ക് മുൻഗണന നൽകിയാണ് ഇത് വിതരണം ചെയ്യുന്നത്. പിന്നീട് നമ്മൾ മുൻപ് പറഞ്ഞ വിവിധ കാര്യങ്ങൾ പരിഗണിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ വിധവകൾക്ക് മുൻഗണന നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർ, ഗൃഹനാഥരായ കുടുംബങ്ങൾക്ക് മുൻഗണന നൽകുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിന് മുൻഗണന നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്ക് മുൻഗണന, ബോണസ് മാർക്ക് കൂടി നൽകുന്നുണ്ട്. അപ്പോൾ ഈ സുവർണ അവസരം പാഴാക്കാതിരിക്കുക. ഈ അറിയിപ്പ് എല്ലാവരിലേക്കും ഷെയർ ചെയ്തിരിക്കണം. ഈ സ്കീമിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഭവന സമുന്നതി സ്കീമിനെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, APL വിഭാഗത്തിലെ റേഷൻ കാർഡുള്ള ഗുണഭോക്താക്കളെല്ലാം ശ്രദ്ധിക്കുക. റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ മാസങ്ങളിലുള്ള പോലെ ഈ മാസം പക്ഷേ ആനുകൂല്യമില്ല. APL നീല റേഷൻ കാർഡാണെങ്കിൽ ആളതിന് 2 കിലോ വീതം ഭക്ഷ്യധാന്യം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. മുൻ മാസങ്ങളിൽ വിതരണം ചെയ്തതുപോലെയാണിത്. പക്ഷേ ഈ പ്രാവശ്യം മുതൽ സ്പെഷ്യൽ അരിയൊന്നും ലഭിക്കുന്നതല്ല. വെള്ള റേഷൻ കാർഡുകൾക്ക് ആകെ 2 കിലോ ഭക്ഷ്യധാന്യമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 10 രൂപ 90 പൈസ നിരക്കിൽ ഇത് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾക്കും 2 കിലോ അരിയാണ് ലഭിക്കുക, 10 രൂപ 90 പൈസ നിരക്കിൽ. കഴിഞ്ഞ മാസങ്ങളിൽ ഓണമൊക്കെ ആയിരുന്നതുകൊണ്ടാണ് സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ അനുവദിച്ചത്. പക്ഷേ ഈ മാസം സാധാരണ നിരക്കിൽ അല്ലെങ്കിൽ സാധാരണയിൽ കുറഞ്ഞ രീതിയിലായിരിക്കും വിതരണം നടക്കുക. പക്ഷേ ആനുകൂല്യം വാങ്ങാതിരിക്കരുത്. റേഷൻ ആനുകൂല്യങ്ങൾ തുടർച്ചയായിട്ട് വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളുടെ റേഷൻ കാർഡിൻ്റെ നിലവിലുള്ള തരം അത് മാറുന്നതിന് വേണ്ടി കാരണമായേക്കാം. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ജൈന, സിഖ്, പാഴ്സി മതങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വീട്ടിൽ പരമാവധി 2 കുട്ടികൾക്ക് വരെ 1500 രൂപ ലഭിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതാണ് മാർഗ്ഗദീപം എന്ന് പറയുന്ന സ്കോളർഷിപ്പ്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ സ്കീമിലേക്കുള്ള അപേക്ഷ, അതിലേക്കുള്ള രജിസ്ട്രേഷൻ സെപ്റ്റംബർ മാസം 22-ാം തീയതി വരെ ഇപ്പോൾ നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപേക്ഷകൾ ഇനി ആരെങ്കിലും വെക്കാനുണ്ടെങ്കിൽ ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്തുക. 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് കുടുംബത്തിൻ്റെ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക. 2-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് കഴിഞ്ഞ വർഷത്തെ അധ്യയന വർഷം ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക. അപ്പോൾ ഈ സുവർണ അവസരം പാഴാക്കാതിരിക്കുക. വിദ്യാർത്ഥിയുടെ രക്ഷിതാവിൻ്റെയും പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം ലഭിക്കുന്നതായിരിക്കും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ പ്രവാസികൾക്കായിട്ട് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ് കൊണ്ടുവരുന്നത്. നോർക്ക കെയർ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഈ സ്കീമിൽ 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷ, 5 ലക്ഷത്തിൻ്റെ ചികിത്സ, അതായത് വിവിധ രോഗങ്ങൾക്കുള്ള ചികിത്സാ പരിരക്ഷ, ഈ രീതിയിലാണ് ആനുകൂല്യം വിതരണം ചെയ്യുന്നത്. വിവിധ ആശുപത്രികളിൽ, അതായത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ 500-നടുത്ത ആശുപത്രിയിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ്, രാജ്യമെമ്പാടും 17,000-ഓളം ഹോസ്പിറ്റലിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ്. അത് വ്യക്തിഗത ഇൻഷുറൻസ് ചേരുന്നതിന് 8,000-ന് മുകളിൽ തുകയാകും. ഇനി നമുക്ക് കുടുംബ ഇൻഷുറൻസ് ആയിട്ട്, ഫാമിലി ഇൻഷുറൻസ് ആയിട്ട് എടുക്കാം. അത് നമുക്ക് 13,500 രൂപയ്ക്ക് അടുത്ത് ചിലവാകുന്നുള്ളൂ. സ്കീമിൻ്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മാസം 22-ാം തീയതിയോടെ വരും. അടുത്ത മാസം 22 വരെയായിരിക്കും ഇതിനു വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ക്യാമ്പ്, മെഗാ സാച്ചുറേഷൻ ഡ്രൈവ് ഉൾപ്പെടെ നടത്തപ്പെടുക. നവംബർ 1 സ്കീം പ്രാബല്യത്തിൽ വരികയും ചെയ്യുന്നതാണ്. മറ്റ് വിശദ വിവരങ്ങൾക്ക് നോർക്കയിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.